ഒരു ചോദ്യം ചോദിച്ച് നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രസംഗകനാകാനല്ല, എഴുത്തുകാരനാകാനല്ല, വലിയ പാസ്റ്ററാകാനും ആയിരിക്കില്ല. പക്ഷേ എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്. എൻ്റെ അമ്മയും അപ്പനും എനിക്ക് വേണ്ടി കരഞ്ഞു. ഇന്ന് കരയാൻ ആൾ വേണം, പ്രാർത്ഥിക്കാൻ ആൾ വേണം. അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി മാത്രമല്ല, സ്വാർത്ഥതയില്ലാതെ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ, സഭയിൽ ഓരോരുത്തർക്കും വേണ്ടി ഇടിവ് നിൽക്കാൻ, തലമുറയ്ക്ക് വേണ്ടി കരയാൻ ആളെ വേണം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന മങ്ങിയിരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥനയുടെ ചിറകടിച്ച് ഒന്ന് ഉയർന്നു പറക്കാൻ ഒരാത്മാവിൻ്റെ നിയോഗം എൻ്റെ മേലൊന്ന് പകരണം. എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം വേണം. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, നല്ല പിതാവേ, ഞങ്ങൾ ചോദിക്കുന്നത് കാശല്ല, ഞങ്ങൾ ചോദിക്കുന്നത് ഭൗതികമായ നേട്ടമല്ല, മറിച്ച് ഇടിവിൽ നിന്ന് കരയാൻ യിരെമ്യാവിനെ പോലെ, ഇടിവിൽ നിന്ന് കരയാൻ മോശയെ പോലെ, ഇടിവിൽ നിന്ന് കരയാൻ പൗലോസിനെ പോലെ ഒരു ആത്മാവ് ഞങ്ങൾക്ക് വേണപ്പാ. ആ പ്രാർത്ഥനയുടെ ആത്മാവിനായി ഞങ്ങളെ നിറയ്ക്കണമേ. അനേക പ്രിയപ്പെട്ടവർ ചരിത്രം പറയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ചിലരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ തലങ്ങളെ ഒന്ന് മാറ്റി എഴുതണമേ.